വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഫ്ലൈയിങ് ടുഗദർ എന്ന പാഠത്തിൻ്റെ എക്സസൈസാണ്. ഇതാ നമുക്ക് വായിക്കാം. ലെറ്റ് us ടോക്ക്, നമുക്ക് സംസാരിക്കാം. വർക്ക് ഇൻ പെയേഴ്സ്, ഈ 2 പേര് കൂടിക്കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആസ്ക് യുവർ ഫ്രണ്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഓൾ തിങ്സ് ഹി ഡസ്. ആസ്ക് യുവർ ഫ്രണ്ടിനോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? ക്വസ്റ്റ്യൻസാണ് ചോദിക്കേണ്ടത്. അബൌട്ട് ഓൾ ദ തിങ്സ് ഹി ഡസ്, അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. യൂസ് ക്വസ്റ്റ്യൻ വേർഡ്സ്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കാവേ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? WHERE വെയർ, WHAT വാട്ട്, HOW ഹൗ, WHO ഹൂ, WHEN വെൻ, WHYY എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കേണ്ടത്. WHAT വാട്ട് മീൻസ് എന്ത്. WHAT വാട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നർത്ഥം. ഹൗ, HOW ഹൗ എന്തുകൊണ്ട്. WHO ഹൂ ആര്. WHEN വെൻ എപ്പോൾ. WHYY എന്തുകൊണ്ട്. വൺ ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അനു പറയുകയാണ്, ഐ വാച്ച് TV ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരം TV കാണുന്നു. അപ്പോൾ എന്താ ചോദിക്കേണ്ട? അമതി ചോദിക്കേണ്ടത് വെൻ ഡു യു വാച്ച് TV, നീ എപ്പോഴാണ് TV കാണുന്നത്? അതിനുള്ള മറുപടിയാണ് ഐ വാച്ച് TV ഇൻ ദ ഈവനിങ് എന്ന് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ അതുപോലെ വേണം ബാക്കിയുള്ളവയും നമ്മൾ പറയാനായിട്ട്. അനു, ഐ പ്ലേ ഗെയിംസ്, ഞാൻ ഗെയിംസ് കളിക്കുന്നു. അപ്പം അതൊരു പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ അതിന് ചോദ്യം എങ്ങനെ ആയിരിക്കണം? വാട്ട് ഡു യു പ്ലേ എന്ന് ചോദിച്ചാലേ ഐ പ്ലേ ഗെയിംസ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വാട്ട് ഡു യു പ്ലേ എന്ന് ചോദിക്കണം. എന്താണ് നീ കളിക്കുന്നത്, നീ എന്താണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൾ പറയും ഐ പ്ലേ ഗെയിംസ്. അവിടെ അങ്ങനെ അവരെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അനു, ഐ കളക്ട് സ്റ്റാമ്പ്സ്. അനു പറയാം ഐ കളക്ട് സ്റ്റാമ്പ്സ്. അപ്പോൾ ചോദ്യം എങ്ങനെ ആവും? വാട്ട് ഡു യു കളക്ട്, അതാണ്. വാട്ട് ഡു യു കളക്ട്, നിങ്ങൾ എന്താ കളക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഐ കളക്ട് സ്റ്റാമ്പ്സ് എന്ന് ഉത്തരം കിട്ടുള്ളൂ അല്ലേ. അപ്പം വാട്ട് ഡു യു കളക്ട് എന്നാണ് ചോദിക്കേണ്ടത്. അടുത്തത് അനു, ഐ പ്ലേ ഇൻ ദ ഗ്രൗണ്ട്, ഞാൻ മൈതാനത്ത് കളിക്കുന്നു. നീ എവിടെയാണ് കളിക്കുന്നത് ചോദിക്കണം, വേണ്ടേ, എന്നാലേ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ചോദ്യം ഏതാണ്? വേർ ഡു യു പ്ലേ, നീ എവിടെയാണ് കളിക്കുന്നത്. അനു പറയാം ഓൺ സൺഡേ മോർണിംഗ് ഐ ഗോ ഷോപ്പിംഗ്, ഞായറാഴ്ച രാവിലെ ഞാൻ ഷോപ്പിങ്ങിന് പോകും. അപ്പം നമ്മൾ ചോദിക്കണം എപ്പോഴാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. വെൻ ഡു യു ഗോ ഷോപ്പിംഗ്, അതാണ് അതിൻ്റെ ഉത്തരം, അതാണ് എഴുതേണ്ടത്. അതിൻ്റെ അടുത്തത് നോക്കി ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ബൈ യുവർ സെൽഫ്, അബൌട്ട് യുവർ സെൽഫ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. വാട്ട് ഈസ് യുവർ നെയിം, നമുക്ക് പേര് പറയാം, നമ്മുടെ പേര് പറയാം. വാട്ട് ഈസ് യുവർ നെയിം, മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് ചേർത്താൽ മതി. അത് നിങ്ങൾക്കറിയാവുന്നല്ലേ. അടുത്തത് വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്, രണ്ടാമത്തെ ചോദ്യമാണ്. ഐ സ്പീക്ക് മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അങ്ങനെ പറയാമോ? മൂന്ന് ഭാഷ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ഐ സ്പീക്ക് മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഹൗ ഓൾഡ് ആർ യു? ഐ ആം 10 years old. അതാ ഉത്തരം. വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഫുഡ്? റൈസ് ഈസ് മൈ ഫേവററ്റ് ഫുഡ്. വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഫുഡ് എന്ന് ചോദിച്ചാൽ റൈസ് ഈസ് മൈ ഫേവററ്റ് ഫുഡ്. അടുത്തത് വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ഐ വെൻറ്റ് ടു മൈ മദേഴ്സ് ഹോം യെസ്റ്റർഡേ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു യെസ്റ്റർഡേയിലെ, ഇന്നലെ. വിച്ച് കൺട്രി ഡു യു ബിലോങ്? ഐ ബിലോങ് ടു ഇന്ത്യ അല്ലേ. ഐ ബിലോങ് ടു ഇന്ത്യ. ദെൻ വെൻ ഡു യു ഗോ ടു സ്ലീപ്പ്? ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് 10 o'clock ഇൻ ദ നൈറ്റ്. അടുത്തത് വൈ ഡു യു ഡ്രിങ്ക് മിൽക്ക്? ഐ ഡ്രിങ്ക് മിൽക്ക് ടു കീപ്പ് ദ ബോഡി ഹെൽത്തി. ഇങ്ങനെ നമുക്കതിൻ്റെ മറുപടി പറയാം. പിന്നെ അത്യാവശ്യ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം കേട്ടോ. എന്നാലാട്ടെ നമുക്കടുത്ത പേജിലേക്ക് പോകാം. വായിക്കാവേ. ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 5 ഡിസ്കസ് വാട്ട് യു വുഡ് ഡു ഇഫ് യു ആർ കോട്ട് ഇൻ ദ ഫോളോവിങ് സിറ്റുവേഷൻ. 5 പേര് കൂടി ചർച്ച ചെയ്യുക. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. 1. മൂന്നാമത്തെ ആദ്യത്തെ യുവർ ഫ്രണ്ട് ഫോൾസ് ഇൻ ദ പ്ലേ ഫീൽഡ്. നിങ്ങളുടെ സുഹൃത്ത് കളിക്കളത്തിൽ വീണു.
ആൻഡ് ഹർട്ട് ആൻഡ് ഈസ് ഹർട്ട് എന്നിട്ട് മുറിവേറ്റു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ട് മെഡിക്കൽ റൂമിൽ പോയി. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഐ വിൽ ടേക്ക് ഹിം ടു ദി മെഡിക്കൽ റൂം. അതാ ഉത്തരം. ഐ വിൽ ടേക്ക് ഹിം ടു ദി മെഡിക്കൽ റൂം. സ്കൂളിൽ മെഡിക്കൽ റൂമില്ല, അവിടെ കൊണ്ടാക്കും. യു ആർ ട്രാപ്ഡ് ഇൻ എ ഫയർ. നിങ്ങൾ ചുറ്റും തീയാ, നിങ്ങൾ അതിൽ അകപ്പെട്ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ദേഹത്തൊന്നും പിടിച്ചിട്ടില്ല. അപ്പം യു വിൽ കോൾ ഔട്ട് ഫോർ ഹെൽപ്പ്, അല്ലേ? അത് എഴുതിയാൽ മതി. യു ആർ ട്രാപ്ഡ് ഇൻ എ ഫയർ ഡാഷ് ഐ വിൽ കോൾ ഔട്ട് ഫോർ ഹെൽപ്പ്. ഞാൻ വിളിച്ചു പോവും, അല്ലേ? ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടി. യു ആർ സ്റ്റക്ക് ഇൻ എ ട്രാഫിക് ജാം. അപ്പോൾ എന്ത് ചെയ്യും? ഐ വിൽ ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്. അത് പറഞ്ഞാൽ മതി. ഐ വിൽ ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്. ഞാൻ വേറൊരു റൂട്ടിൽ കൂടെ പോവും. ഐ വിൽ ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്. ഞാൻ വേറൊരു റൂട്ടിൽ കൂടെ പോവും. അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇനിയും അടുത്തൊന്ന് നോക്കാവേ. ദ വേർഡ്സ് ഇൻ ദ ക്ലൗഡ്സ് ഡെസ്ക്രൈബ് സംതിങ് ഓർ someone in the story. Name them in the blanks provided. Make a sentence of your own with the words given in the clouds. ക്ലൗഡ്സിൽ പറയുന്നുണ്ട് കണ്ടോ, വൈസ്. അവിടെ ആരാണ് വൈസ് എന്നുള്ളത് അതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. ദ ഓൾഡ് ഗീസ്, അതാ ഉത്തരം. ദ ഓൾഡ് ഗീസ് എന്ന് എഴുതണം. ദ ഓൾഡ് ഗീസ് എന്ന് എഴുതണം. പിന്നെയോ വൈസ് കൂട്ടി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. അതെങ്ങനെ പറയാം? സോളമൻ വാസ് എ വൈസ് കിങ് എന്ന് പറയും. സോളമൻ വാസ് എ വൈസ് കിങ്. അപ്പോൾ അത് സെൻറ്റൻസ് ആയില്ലേ? സോളമൻ ഒരു ബുദ്ധിമാനായ രാജാവായിരുന്നു. സോളമൻ വാസ് എ വൈസ് കിങ്. അടുത്ത ക്ലൗഡ്സിൻ്റെ അകത്ത് ഉണ്ടോ കെയർലെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഗീസ് എന്ന് എഴുതിയാൽ മതി. ഗീസ് ആരായിരുന്നു കെയർലെസ് ആയിരുന്നത്? ആ അരയന്നങ്ങൾ, ആ വാർത്തകൾ കെയർലെസ് ആയിരുന്നു. അപ്പോൾ ഗീസ് എന്ന് എഴുതുന്നത്. ഗീസ്, GEES, ഗീസ്. ഇനി അടുത്ത താഴെ തിക്ക് ആൻഡ് സ്ട്രോങ്. അത് ക്രീപ്പർ. അപ്പോൾ ക്രീപ്പർ എന്ന് എഴുതണം. തിക്ക് ആൻഡ് സ്ട്രോങ്, ക്രീപ്പറാണ് തിക്ക് ആൻഡ് സ്ട്രോങ്. ഫൂളിഷ്, ഗീസാ ഫൂളിഷ്, അല്ലേ? ഗീസാണ് ഫൂളിഷ്. അത് ടോൾ. ആരാ ടോള്? ടോൾ ആരാണ്? ആ ട്രീ, അല്ലേ? അപ്പോൾ ട്രീ എന്ന് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതണം കേട്ടോ. ഇനി നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട വാക്കുകൾ കൊണ്ട് ഒന്ന് വൈസ്, WASE, വൈസ് മീൻസ് ബുദ്ധിയുള്ള. അത് സെൻറ്റൻസ് ആക്കുമ്പോൾ എന്തെങ്ങനെ പറയും? സോളമൻ വാസ് എ വൈസ് കിങ്. സോളമൻ ബുദ്ധിയുള്ള രാജാവായിരുന്നു. സോളമൻ വാസ് എ വൈസ് കിങ്. അതൊന്നാമത്തെ. 2 കെയർലെസ്. എന്താണ് കെയർലെസ്? ശ്രദ്ധയില്ലാത്ത, അല്ലേ? ശ്യാം വാസ് എ കെയർലെസ് ബോയ്. എന്ന കെയർലെസ് നമുക്ക് വാക്കിൽ പ്രയോഗിക്കാം. അടുത്ത വേർഡ് തിക്ക് ആൻഡ് സ്ട്രോങ് എന്നാ. തിക്ക് ആൻഡ് സ്ട്രോങ്. ദാറ്റ് ട്രീ ഈസ് തിക്ക് ആൻഡ് സ്ട്രോങ്. ആ മരം നല്ല തടിയുള്ളതും കരുത്തുള്ളതുമാണ്. ദാറ്റ് ട്രീ ഈസ് തിക്ക് ആൻഡ് സ്ട്രോങ്. അങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് ഫൂളിഷ്. തുഗ്ലക്ക് വാസ് എ ഫൂളിഷ് കിങ്. തുഗ്ലക്ക് ഒരു ഫൂളിഷ് കിങ് ആയിരുന്നു. ഒരു വിഡ്ഢിയായ ഭരണാധികാരിയായിരുന്നു തുഗ്ലക്ക്. അപ്പോൾ ഇത് എഴുതിയാൽ മതി. തുഗ്ലക്ക് വാസ് എ ഫൂളിഷ് കിങ്. അപ്പോൾ ഫൂളിഷ് എന്നുള്ള വാക്ക് വെച്ച് നമ്മളങ്ങനെ തുഗ്ലക്കിൻ്റെ കാര്യം എഴുതി കേട്ടോ. നമ്മളതേണ്ട അടുത്ത പേജിൽ ചെന്നു. നോക്കിക്കേ, അവിടെ ഉറുമ്പിൻ്റെ പടം കണ്ടോ? അത് എഴുതിയിരിക്കുന്നുണ്ടോ? ഹിയർ ആർ സം ആൻസേഴ്സ് അബൌട്ട് ദ ഗിവൻ പിക്ചർ. ഈ പിക്ചറിനെ പറ്റി ചില പ്രസ്താവനകളൊക്കെ ഉണ്ട്, ചില ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കാം. ദ കളർ ഓഫ് ദി ആൻഡ് ഈസ് ബ്ലാക്ക്. 1, ആ ഉറുമ്പിൻ്റെ നിറം കറുപ്പാണ്. 2, ഇറ്റ് ലീവ്സ് ഓൺ ലാൻഡ്. അത് ഭൂമിയിൽ ജീവിക്കുന്നു. 3, ഇറ്റ് ഹാസ് 2 ലോങ് ആൻറ്റിനി. അതിന് 2 നീളമുള്ള ആൻറ്റിനയുണ്ട്. 4, ഇറ്റ് ക്രോൾസ് ഓൺ ദ ഗ്രൗണ്ട്. അത് നിലത്തൂടെ ക്രോൾ ചെയ്താൽ പോകുന്നത്. 5, ഇറ്റ് ഈറ്റ് ഷുഗർ. അത് പഞ്ചസാര തിന്നും. ഇനി നോക്കാം. നൗ ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഫോർ ദ അബവ് ആൻസേഴ്സ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഈ ആൻസറിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഏതാണെന്ന് നോക്കാം. 1, ദ കളർ ഓഫ് ദി ആൻഡ് ഈസ് ബ്ലാക്ക്. ഉറുമ്പിൻ്റെ നിറം കറുപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം? ഉറുമ്പിൻ്റെ നിറം എന്താണ് എന്ന് ചോദിക്കണ്ടേ? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ആൻഡ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ആൻഡ് എന്ന് ചോദിക്കും. അതാ ഒന്നാമത്. വാട്ട് ഈസ് ദി കളർ ഓഫ് ദി ആൻഡ്. അപ്പോൾ അവിടെ എഴുതണം ഫ്രെയിം ക്വസ്റ്റ്യൻസ് എന്നുള്ള താഴെ എഴുതണം. എന്താ എഴുതണം?
നോക്കിക്കേ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ലീവ്സ് ഓൺ ലാൻഡ്. അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കണം, എവിടെയാണ് അത് ജീവിക്കുന്നത് ചോദിക്കണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. വേർ ഡസ് ഇറ്റ് ലീവ്, അതാണ് എഴുതേണ്ടതും കേട്ടോ. വേർ ഡസ് ഇറ്റ് ലീവ്, അതാണ് രണ്ടാമത്തെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. വേർ ഡസ് ഇറ്റ് ലീവ്, മനസ്സിലായോ? മൂന്നാമത്തത് ഇറ്റ് ഹാസ് 2 ലോങ് ആൻറ്റിനേ. അതിന് 2 ആൻറ്റിന ഉണ്ടെന്ന് പറയും, നീളമുള്ള 2 ആൻറ്റിന. അപ്പം നമ്മൾ ചോദിക്കും അതിന് എത്ര ആൻറ്റിന ഉണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്, ഹൗ മെനി ആൻറ്റിന ഡസ് ഇറ്റ് ഹാസ്. ഹൗ മെനി ആൻറ്റിന ഡസ് ഇറ്റ് ഹാസ്, അതിന് എത്ര ആൻറ്റിന ഉണ്ടെന്ന് ചോദിക്കും അല്ലേ. അടുത്തത് ഇറ്റ് ക്രോൾസ് ഓൺ ദി ഗ്രൗണ്ട്. ഇറ്റ് ക്രോൾസ് ഓൺ ദി ഗ്രൗണ്ട്, നമ്മളങ്ങനെ ചോദിക്കും, അത് നിലത്ത് ഇഴയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെവിടെയാണ് ഇഴയുന്നത് നമ്മൾ ചോദിക്കും അല്ലേ. വേർ ഡസ് ഇറ്റ് ക്രോൾസ്, വേർ ഡസ് ഇറ്റ് ക്രോൾസ്, എവിടെയാണ് ഇഴയുന്നത്, അതിൻ്റെ ഉത്തരമാണ് ഇറ്റ് ക്രോൾസ് ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏതാ, വേർ ഡസ് ഇറ്റ് ക്രോൾസ് എന്നാണ് എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് ചോദ്യം ഇതാണ്, ഇറ്റ് ഈറ്റ് ഷുഗർ, അത് പഞ്ചസാര തിന്നും. അപ്പോൾ നമ്മളെന്ത് ചോദിക്കും, വാട്ട് ഡസ് ഇറ്റ് ഈറ്റ്, അതെന്താ തിന്നുന്നത്. വാട്ട് ഡസ് ഇറ്റ് ഈറ്റ്, അതെന്താ തിന്നുന്നത് എന്ന് നമ്മൾ ചോദിക്കണം. അതാണ് ഉത്തരവും കേട്ടോ. അതങ്ങനെ എഴുതണേ, ബുക്കിൽ എഴുതണേ കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.